ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ്. നല്ല എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ്. പുഡിങ്ങിൻ്റെ കേസസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കാരമൽ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡ് ഞാനിവിടെ 7 സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞാനിങ്ങനെ ഒരു കത്തി വെച്ചിട്ട് 4 സൈഡും കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് പീസസ് ആയിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ല ഒറ്റ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഈ ബ്രെഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരമൽ തയ്യാറാക്കി എടുക്കണം. പഞ്ചസാര ചൂടാക്കിയിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കാരമൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 കപ്പ് എന്ന് പറയുമ്പം 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി മെൽറ്റ് ചെയ്ത് എടുക്കുക. എപ്പോഴും നമ്മൾ കാരമൽ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കുക, ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ മോൾഡിലേക്ക് ഇത് ഒഴിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോകും. അപ്പോൾ ഞാനിത് മോൾഡിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ 2 മോൾഡിലായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പകുതി കാരമൽ ഒരെണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. രണ്ടാമത്തേൽ ഒഴിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് പുഡിങ്ങിനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 2 മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ്, അതായത് 5 ml വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇവിടെ മധുരത്തിനായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുത്താലും മതി, കുഴപ്പമില്ല. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാരമൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഇത് ഓരോ മോൾഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. കാരമലൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഇത് താഴത്തോട്ടൊന്നും പോകുന്നില്ല, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോ മോൾഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി ഓരോ മോൾഡും നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം. അലുമിനിയം ഫോയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്താലും മതി. അലുമിനിയം ഫോയിൽ കവർ ചെയ്തതിന് ശേഷം നമുക്കിതിന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോൾഡ് 2ഉം വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ ഒരു സ്റ്റീമർ ആയതുകൊണ്ട് ഞാനിതിൽ ഒരു മോൾഡ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റീമറിൻ്റെ അടിയിലെ തട്ടിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് മോൾഡ് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണ് വന്നേക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മോൾഡ് സ്റ്റീമറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റുകയാണ് കേട്ടോ.
ഇതിൻ്റെ വേവൊക്കെ കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ ഇട്ടിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേവൊക്കെ നന്നായിട്ട് കറക്റ്റാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഒന്നും ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേവൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് ഇതേപോലെ അടച്ച് തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഇത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് പുറത്തേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ എന്തായാലും വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ നന്നായിട്ട് വിടുവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇൻവേർട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിന് തൊട്ട് മേലെ വെച്ചിട്ട് ഒന്ന് ഇൻവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് മേലെ മോൾഡിന് മേലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് മോൾഡൊന്ന് നമുക്ക് എടുത്ത് മാറ്റാം. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കാരമൽ ബ്രെഡ് പുഡിങ്. നല്ല ടേസ്റ്റാണ്, വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന അത്രയും നല്ല ടേസ്റ്റാണ് ഈ ബ്രെഡ് പുഡിങ്ങിന്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമ്മളെല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ. ദിസ് ഇസ് പാർവതി സൈനിങ് ഓഫ്.